മിസ് നന്ദ, താങ്കൾ താങ്കളുടെ കൂട്ടുകാരുമായിട്ട് സംഘം ചേർന്ന് ടെറസിന്റെ മേലെ പോയി താഴെ ഉറങ്ങി കിടക്കുന്ന ചേട്ടനെ കല്ലെടുത്ത് എറിഞ്ഞ് എണീപ്പിച്ചു എന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാ, സമ്മതിച്ചിരിക്കുന്നു കുട്ടി. അപ്പോ താങ്കൾക്ക് അതിനെ കുറിച്ച് എന്താ എന്താ പറയാനുള്ളത്? എന്തിനാണ് അത് ചെയ്തത്? ആയു പറയുന്നത് വ്യക്തമാവില്ല നന്ദ, ഒന്നുകൂടി പറയൂ. നന്ദ എന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല. മനസ്സിലായ പോലെ കാണിക്കാം. ഇനി പറയൂ. എന്താ ചോദ്യങ്ങൾ വ്യക്തമാവുന്നുണ്ടോ? ഉണ്ട് അല്ലേ? പറയുന്നത് വ്യക്തമാവുന്നില്ലേ? അപ്പോ ടെറസിന്റെ മേലെ പോയി കല്ലെറിഞ്ഞ് ചേട്ടൻ ഉറങ്ങിക്കിടക്കുന്ന വീടിന്റെ മേലെയുള്ള ആസ്പെറ്റോസ്മയ്ക്ക് എറിഞ്ഞ് ശബ്ദമുണ്ടാക്കിയതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആര് പറഞ്ഞു ചീത്ത? അമ്മ എന്തിനു ചീത്ത പറഞ്ഞു? ടെറസിന്റെ മേലെ പോയപ്പോ അമ്മ ചീത്ത പറഞ്ഞു. അപ്പോ അമ്മ ചീത്ത പറയുന്ന നേരത്ത് താങ്കളും പിന്നെ ആരൊക്കെയാണ് ആ സ്ഥലത്തുണ്ടായിരുന്നത്? അമ്മ കേറി വന്നു. അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ആരൊക്കെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഉണ്ടായിരുന്നു. ഓക്കെ, പേരെന്താ? ചേട്ടന്റെ പേര് ചേട്ടൻ. താങ്കളും താങ്കളുടെ ഫ്രണ്ട്സിന്റെ പേരെന്തായിരുന്നു? കൂട്ടുകാരെ പേരെന്തായിരുന്നു? പിന്നെ പിന്നെ ഓക്കെ. ഈ കൃത്യം നടത്തിയതിൽ 4 പേരുണ്ടായിരുന്നു എന്നാണ് നന്ദയുടെ വെളിപ്പെടുത്തൽ. അക്കുണ്ടായിരുന്നു. താങ്കൾ ആരോട് ചോദിച്ചിട്ടാണ് പോയത്? ആര് കൊണ്ടുപോയി അവിടേക്ക്? ആ കുറ്റകൃത്യം നടത്താൻ വേണ്ടി ആരാണ് താങ്കളുടെ ഒരു ഇത് തന്നത്? ഏത് പ്രേരണ തന്നത്? ആര് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്? ആയു. അപ്പോ നന്ദ കുറ്റം 2ാം പ്രതി ആയിരിക്കുന്നു, നന്ദ 1ാം പ്രതി ആയു. ഓക്കെ. താഴെ ഉറങ്ങിക്കടന്ന് ചേട്ടനെ നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞ് നീപ്പിച്ചില്ലേ ആസ്പെറ്റോസ്മയിലേക്ക്? കല്ലെടുത്ത് എറിഞ്ഞില്ലേ? അപ്പൊ ആസ്പെറ്റോസ്മ കല്ല് വീണില്ലേ? അപ്പൊ അടിയിലുള്ള ഏട്ടൻ നീച്ചില്ലേ? ആ ഏട്ടൻ എന്താ നോക്കാൻ വേണ്ടി പുറത്തേക്കോടെ ഇറങ്ങിയപ്പോ ഇത് കൂടെയാണ് ഒരു കല്ല് പോയത് കേട്ടെ. അത് ആരെറിഞ്ഞ കല്ലായിരുന്നു? ആരെറിഞ്ഞ കല്ല? സമ്മതിച്ചിരിക്കുക. അപ്പൊ 1ാം പ്രതി നന്ദ. ഇതുകൊണ്ട് എന്താ നിനക്ക് കിട്ടിയത്? അടി കിട്ടിയോ? എത്ര കിട്ടി? എണ്ണാൻ പറ്റിയില്ല എന്നാണ് നന്ദ പറയുന്നത്. എവിടൊക്കെ കിട്ടിയ അടി? എവിടേക്ക് അടി കിട്ടിയത്? അപ്പൊ നീ കുറ്റം സമ്മതിച്ചോ? അപ്പൊ ഞാൻ പറയും, ഞാൻ പ്രതിയാണ് പറയും. പറ, ഞാൻ പ്രതിയാണ് പറ. ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം പറ. ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം പറ. കുറ്റം സമ്മതിച്ചിരുന്നു പറയും. ക്ഷമിക്കണം, എല്ലാരും എന്നോട് ക്ഷമിക്കണം പറയും. കൈകൂപ്പി പറ. പുച്ഛിക്കണം എന്നോ? ക്ഷമിക്കണം പറയും. ക്ഷമിക്കണം. മൈക്കാണിത്, മൈക്ക്. ക്ഷമിക്കണം പറ. കൈ കൂപ്പിയിട്ട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, ഇനി ആവർത്തിക്കില്ല, ഇനി ആവർത്തിച്ചാൽ ചന്തിയുടെ തോല് പൊളിയെന്നാണ് അമ്മ പറഞ്ഞത്. പറ, അങ്ങോട്ട് നോക്കി പറ. അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞിരിക്കുന്നു. ഓക്കെ. ഇതിലെ പ്രധാന വിറ്റ് എന്താ അറിയോ? താഴെ ഉറങ്ങിക്കിടന്നിരുന്ന ഹണി പറഞ്ഞ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കുട്ടിയും ഹസ്ബൻഡും ആ ചേച്ചിയും ഒരു വെള്ളിയാഴ്ച ദിവസമായിട്ട് മനസമാധാനമായിട്ട് കടന്നുറങ്ങുമായിരുന്നു. ദേ തുച്ചിട്ട പോലെ താഴേക്ക് കുറെ കല്ല്. ഓര് വിചാരിച്ചു മറ്റേ ഇവിടെ യുദ്ധം വന്നു, ഖത്തറിൽ യുദ്ധം വന്നു പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കല്ലിന്റെ മുഖത്തിന്റെ മുന്നോക്കാണ്. അപ്പോഴാണ് നന്ദയ്ക്ക് അടി കൊണ്ടായത് അല്ലേ? ഞാൻ ചെന്ന് നോക്കുമ്പോ 3 കുട്ടിപ്പട്ടാളങ്ങൾ ടെറസിന്റെ മുകളില് കണ്ണ് പിടിച്ചു പോയതാ. വലിയ വലിയ കല്ലുകൾ, അവിടെ കോൺക്രീറ്റ് കല്ലുകൾ. ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയും?
ഇനി ഒറ്റയ്ക്ക് തെറ്റ് പോവില്ല. പോയാൽ എന്ത് ചെയ്യുന്ന അമ്മ പറഞ്ഞ്? തെറ്റ് വരും. ചീത്ത മാത്രാണോ? ഇനി അമ്മ വന്നാൽ പോകും. ഇനി അമ്മ വന്നാൽ പോകുന്നു. ആ